ഒരു പക്ഷെങ്കിൽ എൻ്റെ ചിന്താഗതിയായിരിക്കാം ഇത്രയധികം ഭംഗിയുള്ള പൂക്കളുണ്ടാകുന്നത് ഈ അഡീനിയം പ്ലാന്റുകളിൽ മാത്രമാണെന്ന്. ഏതെല്ലാം സൈസിൽ, ഏതെല്ലാം കളറിലും, ഏതെല്ലാം വ്യത്യസ്തമായ പൂക്കൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതളുകൾക്കും അതിൻ്റെ തണ്ടുകൾക്കും കോഡക്സുകൾക്കും പല രീതിയിലുള്ള ഭംഗിയാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഒരു ചെടിയെ പല രീതിയിൽ നമുക്കതിൻ്റെ സൗന്ദര്യത്തെ അല്ലെ അതിൻ്റെ ഭംഗിയെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അത് ഈ അഡീനിയം പ്ലാന്റിന് മാത്രമേ ഉള്ളൂ കേട്ടോ, അങ്ങനെയൊരു കാര്യം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നല്ല റെഡ് കളറുള്ള ഒരു അഡീനിയം പ്ലാന്റ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഇട്ടിരുന്ന ഒരു റെഡ് പ്ലാന്റ് ആയിരുന്നു. പക്ഷേ അതിനേക്കാളും ഒരു പക്ഷെങ്കിൽ കളർ കൂടുതലും ഭംഗിയും ഈ പ്ലാന്റിനാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ ഇത് അധികം വലിപ്പം വെക്കുന്ന പൂക്കളല്ല, എന്നാലും ഒരു വലിപ്പമുള്ള ഒരു റോസ് പൂവിൻ്റെ അത്രയും വലിപ്പമേ ഇതിന് വെക്കാറുള്ളൂ. അപ്പോൾ ഈ പൂവ് നല്ല കൊലകൊലയായിട്ടാണ് ഇതിൽ ഉണ്ടാകാറുള്ളത്. എങ്കിലും ചില സമയങ്ങളിൽ പുഴുക്കളുടെ ആക്രമണം ഉണ്ടാവും കേട്ടോ. അവന്മാർ വന്ന് ഈ മുട്ടുകളും പൂക്കളും ഒക്കെ തിന്ന് കളയാറുണ്ട് കേട്ടോ. ഈ ചെറിയതായിട്ട് കിളിർത്ത് വരുന്ന ഇതളുകളാണ് ഇവർക്ക്, ഇളം തണ്ടുകളാണ് ഏറ്റവും ഇഷ്ടം. അതിൻ്റെ നീര് കുടിച്ചും ഇതിൻ്റെ ഭംഗി മുഴുവൻ നഷ്ടപ്പെടുത്തും. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഇവരുടെ അടുക്കൽ ചെന്ന് ഇവരെ ഒന്ന് സ്നേഹിക്കാറുണ്ട് കേട്ടോ. എന്നും പോവും, എല്ലാ ചെടികളുടെ അടുക്കലും ചെല്ലും. അതിലെ സൂക്ഷ്മമായിട്ട് എല്ലാവരുടെ ഇലകളും ഇതളുകളും എല്ലാം പരിശോധിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ പുഴുക്കളുണ്ടെങ്കിൽ പെട്ടെന്നറിയാൻ കാണും. കാരണം അതിൻ്റെ ആ പുഴുക്കളിടുന്ന കാഷ്ടം ആ ഇലകളിലും പൂക്കളിലും ഉണ്ടാവും. പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ ശിഖരങ്ങളിൽ എവിടെയെങ്കിലും അവർ പാത്തിരിപ്പുണ്ടായിരിക്കും. ഉടനെ തന്നെ അവരെ എടുത്ത് കൊന്നുകളയുകയാണ് ഏകമാർഗം. അങ്ങനെ ഇന്ന് സൗന്ദര്യമുള്ള ഒരു പ്ലാന്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പൂക്കളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോ അഡീനിയം പ്ലാന്റിനും ഓരോ വെറൈറ്റി പേരുകൾ പറയാറുണ്ട് കേട്ടോ. എനിക്ക് പക്ഷേ ഇതിൻ്റെ പേരുകളൊന്നും അറിയത്തില്ല. പേരുകളൊക്കെ പറഞ്ഞായിരിക്കും നമുക്ക് അത് തരുന്നത് ആ പ്ലാന്റ്. പക്ഷേങ്കിൽ അത് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാത്തതുകൊണ്ട് അത് പഠിക്കാനിടയിൽ ഞാൻ മെനക്കെടാറുമില്ല. കാരണം ഇതിനെ വളർത്തുവാനും ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനാണ് എനിക്കേറെ ഇഷ്ടം. മഴയുള്ള സീസണിലുണ്ടല്ലോ ഈ ചെടി കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെടത്തേയില്ല. കാരണം അവിടെ ഇവിടെയായിട്ട് ഓരോ പൂക്കളായിട്ടൊക്കെ നിൽക്കും. ചിലപ്പോൾ ഇലകളൊന്നും കാണത്തില്ല. ആ പ്ലാന്റിനൊരു അഭംഗിയാണ്. കാരണം അതിനൊരു നല്ലൊരു ഭംഗിയില്ല കാണാൻ. അപ്പോഴും നമ്മൾ ഓർക്കും ഇനി ഇത് നന്നാവുമോ, ഈ ചെടി നല്ല പ്ലാന്റ് ആവുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോകാറുണ്ട്. പക്ഷേ അത് വെയിലൊക്കെ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പ്ലാന്റിൻ്റെ ആ ഭാവവും പടുതി എല്ലാം അങ്ങ് മാറും. ഇവരൊത്തിരി സുന്ദരിയാകും. ആ കൂട്ടത്തിൽ ഇതുപോലെ പൂക്കളൂടെ വന്നാലുള്ള അവസ്ഥയോ അത്ര സൗന്ദര്യമാണ് ഇവർക്ക്. എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. ഇവരെ വളർത്തുവാൻ അധികം പാടുകൾ പെടേണ്ട കാര്യമില്ല, അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അധികം പരിചരണവും ആവശ്യമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്കുള്ള സമയങ്ങളിൽ ഇവരെ നന്നായി പരിപാലിച്ചാൽ ഏറ്റവും കൂടുതൽ പൂക്കൾ തരും. അതല്ല എങ്കിൽ വെയിലുള്ള സീസണുകളിൽ സാധാരണ അവർ തരാറുള്ളതായ പൂക്കൾ നമുക്ക് അവർ തരികയും ചെയ്യും. പിന്നെ ഇതിനെ ഞാൻ കൂടുതലായിട്ട് പരിചരിക്കുന്ന പറഞ്ഞാൽ എനിക്ക് ഇവയോടുള്ള ഏറെ ഇഷ്ടം കാരണം കേട്ടോ. എല്ലാവർക്കും അങ്ങനെ സമയം കിട്ടണമെന്നില്ല, എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നും ഇല്ല. ചിലവരാണെങ്കിൽ ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ 2 ദിവസങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാറുള്ളൂ. പക്ഷേ എല്ലാ ദിവസവും നമ്മൾ ഈ ചെടിയുടെ അടുക്ക് ചെല്ലാനുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ അതിൽ നിന്നുണ്ടാകുന്ന പുഴുക്കൾ അല്ലെങ്കിൽ മറ്റുള്ള അഴുകിച്ചുകൾ അല്ലെങ്കിൽ മറ്റുള്ളതായ അതിൻ്റെ രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ഇത് ഒക്കെയാണ് അഡീനിയത്തെക്കുറിച്ച് പറയാനുള്ളത്. ഈ അഡീനിയവും ഞാൻ വളർത്തിയെടുത്തേക്കുന്നത് അതിന് നല്ലൊരു കമ്പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കരിയില കമ്പോസ്റ്റാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ചാണകപ്പൊടിയും അല്പചാരവും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് നനയ്ക്കും. ഒരു 2 ആഴ്ച എന്നും വെള്ളം കൊടുക്കും. ആ വെള്ളം കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ മുട്ടുകളൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ഇടയ്ക്ക് 1.5 2-3 ദിവസം കൂടുമ്പോഴേ വെള്ളം കൊടുക്കാറുള്ളൂ. അപ്പോഴാ പൂക്കളൊന്നും വന്ന മുട്ടുകളൊന്നും പൊഴിയത്തില്ല. ഇഷ്ടം പോലെ പൂക്കളുണ്ടാവുകയും ചെയ്യും. നല്ല വെയിലുള്ള സ്ഥലത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ പൂക്കൾക്കൊക്കെ നല്ല ഭംഗിയും നല്ല കളറും ഉണ്ടാവും.
അപ്പോഴേ ഇന്നത്തെ ഈ പ്ലാന്റും ഇതിൻ്റെ ഭംഗിയും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോഴേ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.